നീയും പ്രാക്ടിക്കലാകാൻ പോകുന്നു. ഹലോ മിച്ചി. ഒരു സ്റ്റേജ് എത്തിയാൽ എല്ലാവരും പ്രാക്ടിക്കലാവണം. എത്ര നാളിങ്ങനെ ജീവിക്കും? USA പോയി MBA ചെയ്യണമെന്ന് വാപ്പിച്ച് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പുള്ളിക്കാരൻ്റെ ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണ്ടേ? ഇന്നലെ UCL നിന്ന് ഓഫർ ലെറ്റർ വന്നു. ഞാൻ നാളെ വിസ ഇൻ്റർവ്യൂവിന് ചെന്നൈയിലേക്ക് പോകും. 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരും. പിന്നെ USA പോകുന്നവരെ തറവാട്ടിൽ. ശരിയാ, കാലിഫോർണിയ ആകുമ്പോൾ നിന്റെ ഗെയിമിങ്ങിന് നല്ലതാ. ഗെയിമിങ്? എന്ത് ഗെയിമിങ്? എനിക്കെന്താ വേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. ഓരോ സമയത്ത് ഓരോ വട്ട. ഇന്ന് ഗെയിമിങ്, നാളെ വേറൊന്ന്. അതിൻ്റെയൊക്കെ പിന്നാലെ ഞാൻ പോവുകയും ചെയ്യും. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. നിനക്കറിയാം നിനക്കെന്താ വേണ്ടതെന്ന്. തടസ്സങ്ങളില്ലാത്ത ലൈഫുണ്ടോ? നമുക്ക് ചാടിക്കിടക്കാവുന്ന തടസ്സങ്ങളെ പടച്ചു നമ്മുടെ മുമ്പിൽ കൊണ്ടു വയ്ക്കൂ. ഇതിന്റെ വീഡിയോ ഗെയിം അല്ലോ മറെ തടസ്സങ്ങൾ ചാടിക്കിടക്കാൻ. ലൈഫിന്റെ കാര്യം തന്നെ ഞാനും പറഞ്ഞ. നീ എന്നോട് ചോദിച്ചിട്ടില്ലേ എൻ്റെ വാപ്പച്ചിക്ക് എന്താ ചിരിക്കറിയാൻ പാടില്ലെന്ന്, മുഖത്തെപ്പോഴും ദേഷ്യം എന്ന്? അത് നീ കരുതും പോലെ എന്നെക്കുറിച്ച് വളർത്തിട്ട് ടെൻഷൻ കൊണ്ടൊന്നുമല്ല. അതിൻ്റെ പേരാടാ പ്രേമം. നമ്മുടെയൊക്കെ പ്രായത്തിൽ പുള്ളിക്കാരുണ്ടായിരുന്നു ഒരു പ്രണയം. പെൺകുട്ടിയുടെ വീട്ടുകാർ ഭീഷണിയാൻ വന്നപ്പോൾ ആ നേരിടാനുള്ള ചങ്കുറ്റം വാപ്പച്ചിക്ക് ഇല്ലാണ്ടായിപ്പോയി. ഹി വാസ് എ കവേർഡ്. ആ പെൺകുട്ടി വേറെ നിക്കാഹ് അയച്ചു പോയി. പിന്നെ വാപ്പച്ചി ഒരു തരം വാശിയിലാണ് ജീവിച്ച്. ബോംബെയിലേക്ക് പോയി കുറേ കാശുണ്ടാക്കി തിരിച്ചു വന്ന് നാട്ടിൽ ബിസിനസ് തുടങ്ങി. എൻ്റെ ഉമ്മച്ചിയെ നിക്കാഹം കഴിച്ചു. പക്ഷെ പുള്ളിക്കാരൻ്റെ ഓർമ്മയിൽ ആ പെൺകുട്ടി പോയില്ല. എത്ര ശ്രമിച്ചിട്ടും ഉമ്മച്ചിയോട് വാപ്പച്ചിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. അവർ പിരിഞ്ഞു. ഈ കഥയൊക്കെ ഉമ്മച്ചിനോട് പറഞ്ഞു തരുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, വാപ്പച്ചി അന്ന് ഇത്തിരി ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്ര പേര് സന്തോഷത്തോടെ ജീവിച്ചേനെ. ഇന്നിപ്പോൾ എൻ്റെ വാപ്പച്ചിയുടെ സ്ഥാനത്ത് നീയാ. ഇപ്പം നീ ധൈര്യം കാണിച്ചില്ലെങ്കിൽ വാപ്പച്ചിയെ പോലെ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. നീ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് പെൺകുട്ടികൾ ദിവസം കാണാറുണ്ട്. പക്ഷേ ശരിയായ ഒരു കൂട്ട് ആ ജീവിതത്തിൽ ഒരിക്കലേ വരും. ഷീലയുടെ എൻഗേജ്മെൻറ്റേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇനിയും സമയമുണ്ട്. 1000-1 ചാൻസേ നിനക്ക് ഉള്ളുവെങ്കിലും നീ അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. നമുക്ക് ഈ ഇമോഷനൊന്നും ചേരൂല ബായ്. അതുവരെ കാണാത്തൊരു ഉമ്മറിനെ ഞാനന്ന് കണ്ടു. കഴിഞ്ഞ ജന്മത്തിൽ ഏതോ റോമൻ സൈന്യത്തിന്റെ പടത്തലവനായിരുന്നിരിക്കണം അവൻ.